നമ്മളുടെ ഈ എൻജിൻ മൊത്തത്തിൽ നമ്മളൊന്ന് അയച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ സൈലൻസറിൻ്റെ ഈ 2 ബോൾട്ട് റിമൂവ് ചെയ്യണം. പിന്നെ ഈ യൂറോ ലൈൻ വരുന്ന ഈ 2 ബോൾട്ട്, പിന്നെ 14ൻ്റെ ഈ സൈലൻസറിൻ്റെ മുകളിൽ വരുന്ന ഈ ബോൾട്ടും നേരെ തൊട്ട് താഴത്തെ ഈ ബോൾട്ടും, പിന്നെ നമുക്ക് കാർബറേറ്ററിനായിട്ട് വരുന്നത് 10ൻ്റെ ഈ 2 ബോൾട്ടുണ്ട്. ഇത് രണ്ടെണ്ണം റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ സൈഡത്തെ ഈ കപ്പ് ഊരെടുക്കാം. ഈ സ്റ്റാറും ഈ ഒരു സ്റ്റാർ, ഇവിടെയുള്ള 8ൻ്റെ ഈ ഒരു ബോൾട്ട് തൊട്ട് ഇവിടെ വരുന്ന ഒരു 10ൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്. ഇതും കൂടി ഊരിക്കഴിഞ്ഞാൽ നമുക്കത് മൊത്തത്തിൽ ഊരെടുക്കാം. അപ്പോൾ അത് നമുക്ക് അയച്ചെടുക്കാം. നമുക്ക് ടൈം എഞ്ചിൻ്റെ മേലെ വരുന്ന ക്യാമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ 2 ബോൾട്ടുകളൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഈ 8 സൈസ് വരുന്ന 2 ബോൾട്ടാണ്. സർവീസൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ എൻജിനൊക്കെ ഇത്രയും കറുത്ത കളറായി കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഓയിൽ ടൈമിൽ മാറാഞ്ഞിട്ട് ഉള്ളൊരു ഇഷ്യൂ ആണിത്. ഇത് ഊരി എടുത്തതിന് ശേഷം മേലെ കൂടെ കാണുന്ന ഹെഡിൻ്റെ 12ൻ്റെ 4 ബോൾട്ടും സൈഡിൽ 2 10 ബോൾട്ടും ഉണ്ട്. 10ൻ്റെ 2 ബോൾട്ടും ഉണ്ട്. നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. 4 നെട്ടും കൂടി ഒന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഓയിൽ പമ്പിങ് നിൽക്കുന്നു പോകാനുള്ള കാരണം എന്നുള്ളത് ഒന്ന് നോക്കണം. പമ്പ് പോയതാണോ അതോ പമ്പ് വരുന്ന റൂട്ടിൽ എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ ക്യാമ്പിൽ അഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് റോക്കർ സെക്ഷൻ മാത്രമായിട്ട് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. റോക്കർ സെക്ഷൻ മാത്രമായിട്ട് ഊരിയെടുത്ത് റോക്കറിൻ്റെ അവസ്ഥ എങ്ങനെയാണുള്ളത്. നല്ല രീതിയിലുള്ള തേയ്മാനം ഇതിനകത്തുണ്ട്. നമ്മളുടെ ക്യാമാണ് ഈ കാണുന്നത്. ക്യാമിൻ്റെ 2 സൈഡും എന്തായി ഓയിൽ പമ്പിങ് ഇല്ലാതെ അത് മൊത്തം അടിച്ച് തേഞ്ഞ് തീർന്നു. അപ്പോൾ ഈ ക്യാം ഷാഫ്റ്റ് പുതിയ എന്തായാലും റീപ്ലേസ് ചെയ്യണം. ബാക്കിയുള്ള സിലിണ്ടറിൻ്റെ ഹെഡിൻ്റെ അവസ്ഥ നമുക്ക് അയച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഹെഡൊന്ന് പൊന്തിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ടൈം എഞ്ചിൻ്റെ ഈ ക്യാമ്പിൽ 4 ഊരെടുക്കാം. അതുകൊണ്ട് നമുക്ക് ഈ ടെൻഷനറിൻ്റെ ബോൾട്ട് ഊരിയിട്ട് ടെൻഷനറൊന്ന് ആദ്യം ഊരി കയ്യിലെടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ എന്താക്കാം, ക്യാമിൻ്റെ വീല് നമ്മൾ ഊരെടുത്തിട്ടുണ്ട്. ക്യാംസ് പോക്കറ്റൊന്നും പിന്നെ വലിയൊരു പ്രശ്നമില്ല. അതൊക്കെ ആക്റ്റീവയ്ക്ക് പോക്ക് അപൂർവമാണ്. ഇനി നമുക്ക് ഈ ഹെഡൊന്ന് റിമൂവ് ചെയ്യുക. ഉള്ളിൽ സ്റ്റഡി പിൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് തിക്കിയാൽ തന്നെ നമുക്ക് അത് ഊരി കിട്ടും. നമ്മുടെ ഹെഡ് ഇങ്ങനെയാണുള്ളത്. ഇത് ഓൾറെഡി ഓയിൽ പമ്പിങ് ഇല്ലാഞ്ഞിട്ട് സ്റ്റെം സീലും സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓയിലിൻ്റെ സീലും സ്റ്റെം സീലൊക്കെ ഡ്രൈ ആയിട്ട്. പിന്നെ നമ്മളിത് ക്യാം ഷാഫ്റ്റ് മാത്രം മാറ്റി ഇപ്പോൾ ഒന്ന് നമ്മൾ റൺ ചെയ്തെടുത്താൽ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഓയിൽ കയറി കത്തുന്ന ഒരു ഇഷ്യൂ ഓൾറെഡി വരും. നമുക്ക് ആ പിസ്റ്റനും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് എൻജിൻ റീബിൽഡ് ചെയ്തിട്ട് എടുക്കണം. സിലിണ്ടറിൻ്റെ ടൈം എഞ്ചിനൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. നമുക്ക് സിലിണ്ടറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിലിണ്ടറും പണിപ്പാളി ഗായ്സ്. നമുക്ക് സിലിണ്ടറിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് ആയിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല രീതിയിൽ തന്നെ സിലിണ്ടറിൻ്റെ മുകളിലൊക്കെ സ്ക്രാച്ചസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തായാലും റീബിൽഡ് ചെയ്തിട്ട് കയറ്റിയല്ലാണ്ട് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. സിലിണ്ടറൊക്കെ എന്തായാലും റീബോർ ചെയ്യേണ്ടി വരും. സിലിണ്ടറിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പിസ്റ്റൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ ഇതാ നമ്മളുടെ പിസ്റ്റൻ ഓയിലൊന്നും ഇല്ലാണ്ടുള്ള അവസ്ഥയാണ് ഗൈസ്. ഇത് പിസ്റ്റൻ്റെ സൈഡെല്ലാം മുരഞ്ഞ് തീർന്നു. ഇപ്പോൾ പിസ്റ്റനും നമുക്ക് വണ്ടീൻ്റെ മുകളിൽ നിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതാ ഗൈസ്, ഇതാണ് നമ്മുടെ പിസ്റ്റൻ്റെ അവസ്ഥ. നല്ല രീതിയിൽ സൈഡൊക്കെ എന്തായിട്ടുണ്ട്, നല്ല ഉറഞ്ഞ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ
ഓയിൽ പമ്പിങ് മാത്രം ക്ലിയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. സിലിണ്ടർ നമുക്ക് എന്താക്കണം, റീബോർ ചെയ്ത് ഹെഡിൻ്റെ വർക്ക് എടുത്ത് കയറ്റണം. അപ്പോൾ ഇത് നമുക്ക് പുതിയ സിലിണ്ടറൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ എക്സ്പെൻസ് വരും. കാരണം ഓൾറെഡി ഓയിൽ പമ്പിങ്ങിന് ഇഷ്യൂ ക്യാം ഷാഫ്റ്റ് റോക്കറൊക്കെ പോകേണ്ട നല്ലൊരു പേയ്മെൻ്റ് ആവും. നമ്മളിപ്പോൾ സിലിണ്ടർ റീബോർ ചെയ്തിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് ക്രാങ്കും കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കണക്റ്റിൻ്റെ അവിടെ നിലവിൽ വേറെ ഇഷ്യൂസൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളതൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് എന്താക്കുള്ളൂ, ക്ലിയർ ചെയ്യുള്ളൂ. നമ്മൾ ഓയിൽ പമ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ പമ്പ് അയക്കാനുള്ള പരിപാടിയിലാണ്. അതിനായിട്ട് നമുക്ക് മാഗ്നറ്റിൻ്റെ സൈഡത്തെ ഈ 2 8-ൻ്റെ ബോൾട്ടും, പിന്നെ ഇവിടെ വരുന്ന പിക്കപ്പിൻ്റെ 2 8-ൻ്റെ ബോൾട്ടും, പിന്നെ ഈ 2 സൈഡിലായിട്ടുള്ള 10-ൻ്റെ 2 ഓയിൽ പമ്പിൻ്റെ കവറിൻ്റെ ബോൾട്ടും ഊരിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്ലേറ്റ് ഒന്ന് ഇങ്ങോട്ട് തട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഓയിൽ പമ്പിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേറ്റ് വരുന്നത് അതിനുള്ളിൽ കാണുന്നതാണ് നമ്മുടെ ഓയിൽ പമ്പ്. അതൊന്ന് ഊരിയെടുത്താൽ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മുടെ പമ്പ് ഒറ്റനോട്ടത്തിലൊരു ഡാമേജ് ഒന്നും കാണുന്നില്ല. നമുക്ക് ആ പമ്പൊന്ന് ഊരിയെടുക്കാം. അതിൻ്റെ മുകളിൽ നിന്ന് ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ ഓയിൽ പമ്പ്. ഇത് നമുക്ക് ക്രാങ്കിൽ നിന്ന് വരുന്ന ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഈ ഒരു വീലിലെ ഈ ഒരു മൂവ്മെൻറ്റ്, ഇവിടെ ഒരു വീലുണ്ട്. നമുക്ക് ആ വീലിലൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്, ഒരു റൊട്ടേഷൻ വരുന്ന ആ ഗിയർ നമ്മളുടെ ഈ ഒരു ടീത്തിലേക്ക് മാച്ചാവും. പമ്പിൻ്റെ ഈ ഒരു ടീത്തിലേക്ക് മാച്ചാവും. ആ സമയത്ത് നമുക്ക് പമ്പ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇമ്പലർ വഴിയാണ് നമുക്ക് പമ്പിന് റൊട്ടേഷൻ കിട്ടുന്നത്. ഇത് ഓയിലില്ലാണ്ടായിട്ട് പമ്പിൻ്റെ ഉള്ളത്തെ ഇമ്പലറൊക്കെ തേമാനം വന്നു പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ഓയിൽ പമ്പിങ് വരാത്തത്. അപ്പോൾ റൂട്ടൊന്ന് ക്ലിയർ ചെയ്ത് ഈ പമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ഹെഡ് സിലിണ്ടറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കയറ്റണം. അപ്പോൾ ചെറിയൊരു കാരണം കൊണ്ട് വണ്ടിക്ക് ആ നോയ്സ് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര പണിയാവില്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാം കൂടി നമുക്ക് എട്ടേണ്ട പണിയായി. ഇനിയിപ്പോൾ നമുക്ക് ക്ലച്ച് അയച്ചിട്ട് ക്ലച്ചിൽ എന്തൊക്കെ ഡാമേജ് ഉള്ള അതും കൂടി റീപ്ലേസ് ചെയ്യണം. ഇതാണ് നമുക്ക് ഇത്രയും വരുന്ന വർക്ക്. അപ്പോൾ നമ്മളിത് സാധനങ്ങളെല്ലാം പുതിയത് വാങ്ങിച്ചിട്ട് അടുത്ത ആ വർക്കും കൂടി അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.